എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ രുചിയുള്ള കറിയുടെ റെസിപ്പി നോക്കിയാലോ. വെണ്ടക്കായ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത്. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്ക ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെ ആ ഒരു രണ്ടറ്റവും കളഞ്ഞ ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ചെറുതാക്കാൻ വേണ്ട, ഒത്തിരി നീളത്തിലാവും വേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി വേണം. ഒരു 8-10 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളിക്ക് പകരം നമുക്ക് ഒരു ചെറിയ സവാളയാണെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. എത്രത്തോളം നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് നമ്മളുടെ റെസിപ്പി അങ്ങ് ഡപ്പയിൽ നിന്ന് റെഡിയാക്കി എടുത്തേക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അതാണെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട. അതിലെ ആ ഒരു വെള്ളവും കാര്യങ്ങളും ഒന്ന് വറ്റി ഒന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന പരുവം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ വെണ്ടയ്ക്ക കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ അവസാനം കറിയൊക്കെ റെഡിയായി കഴിക്കുന്ന ടൈമിൽ വെണ്ടയ്ക്കകത്ത് മാത്രം ഉപ്പ് പിടിക്കാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്കായിലെ വെള്ളം വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് കംപ്ലീറ്റ് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് കോരി എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളകി കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. ഇതിന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ മറക്കല്ലേ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മുന്നേ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു മസാലയും കാര്യങ്ങളും എല്ലായിടത്തേക്കും ആവുന്ന രീതിക്കും വെണ്ടയ്ക്ക കുഴഞ്ഞൊന്നും പോവാത്ത രീതിക്കും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാൻ അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ അരച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് കുക്കാവാനായിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് തിളപ്പിക്കാം.
അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എല്ലാം ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് കുറുകി ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക കറിയിൽ കിടന്ന് പൊട്ടിയും അതിൻ്റെ സീഡൊക്കെ പുറത്തു വന്നും അങ്ങനെയൊന്നും ആവുമെന്നൊന്നും കരുതണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം. പിന്നെ ഇപ്പോൾ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്ന ഓരോ വീടുകളിലും അമ്മമാരാവട്ടെ സഹോദരിമാരാവട്ടെ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. നമ്മൾ പച്ചക്കറി തന്നെ എന്താ ഉണ്ടാക്കുക, നാളെ എന്തുണ്ടാക്കുക എന്നാലോചിച്ച്. മീനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പക്ഷേ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി വന്നെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ കൂടും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മൂടിയും കൂടി വെച്ചിട്ടാണ് വറ്റിച്ചെടുത്തത്. ഇപ്പോൾ നല്ല പാകത്തിന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും വറ്റിച്ച് കളയണ്ട. ഇതിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ പുറമേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിലും പാത്രത്തിൻ്റെ ഒരു ചൂട് കൊണ്ട് വീണ്ടും ഇരുന്ന് തിളച്ച് വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗവിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റി വയ്ക്കാനും കൂടി മറന്നു പോവല്ലേ. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ഉഗ്രൻ കറിയാണ്. എന്നാൽ അത്യാവശ്യം കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. മറ്റൊരു കറിയില്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി. വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ചപ്പാത്തിക്കുമൊക്കെ ഈ ഒരു കറി അടിപൊളിയായിരിക്കും. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത് കൊണ്ടുപോകാനും കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.